എന്തെല്ലാം കുഞ്ഞുമക്കളെ ഉഷാറിനല്ലേ? എന്താ ചെയ്യുക. അപ്പം എൻ്റെ താത്ത നമ്മളെ കാസർഗോഡ് ജില്ലേനെ പറ്റി പറയുകയാണെങ്കിൽ, കാസർഗോഡ് ജില്ല എന്ന് വെച്ചാൽ പല പ്രശ്നങ്ങളും തരണം ചെയ്ത് പോയൊരു ജില്ല കൂടിയാണ്. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളെ വികസനം എന്ന മുരടിപ്പ് എന്ന് പറയുന്ന ഒരു ജില്ല കൂടിയാണ് നമ്മളെ കാസർഗോഡ് ജില്ല. വികസനം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. നല്ലൊരു ഹോസ്പിറ്റലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ജില്ല കൂടിയാണ് നമ്മളെ കാസർഗോഡ് ജില്ല. ആ സ്ഥിതിക്ക് നല്ല വികസനം എങ്ങനെ കൊണ്ടുവരാമെന്നും നല്ല രീതിയിലേക്ക് മുമ്പോട്ട് എങ്ങനെ കൊണ്ടുപോകാമെന്ന് പറയുന്നതിന് പകരം ഇതുപോലത്തെ വാക്കുകൾ ഒരു വ്യക്തിനെ അതുപോലെ വാക്കുകൾ പറഞ്ഞ് ആക്ഷേപിക്കുന്നതിനെക്കാട്ടും നല്ലത് എങ്ങനെ നമ്മൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ നല്ല രീതിയിൽ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടടുത്ത് എന്തിനാ താത്ത ഇതുപോലത്തെ വാക്കുകളൊക്കെ പറയുന്നത്? ഇതേപോലത്തെ ഒരു സ്ഥാനാർത്ഥി ആയിരുന്നില്ലേ നമ്മളെ എന്നെ നെല്ലിക്കുന്നിച്ച 10-15 വർഷം നമ്മളെ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായ നെല്ലിക്കുന്നിച്ച നമ്മളെ മാർഗിസ്റ്റ്, അതുപോലെ അല്ല നാഷണൽ ലീഗിൽ നിന്ന് മാർഗിസ്റ്റ് സപ്പോർട്ടോടെ വോട്ട് നിന്ന ഒരാളും കൂടി ആയിരുന്നില്ലേ? അപ്പോൾ ഈ സ്ഥാനാവസ്ഥ എന്ന് പറയുന്ന ഇതേ സ്ഥാനത്ത് നിന്ന ഒരു വ്യക്തിയല്ലേ നമ്മളെ നെല്ലിക്കുന്നിച്ച? അങ്ങനെയല്ലേ? അപ്പോൾ വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിച്ച് പറയുക. തിരിച്ചെടുക്കാൻ പറ്റാത്തതാണ് വാക്കെന്ന് പിന്നെ സോഷ്യൽ മീഡിയ വഴി പ്രയോഗിച്ചു കഴിഞ്ഞാൽ കാലങ്ങളോളം കിടക്കും. അതുവരെ ഇലക്ഷൻ വരുമ്പോൾ വീണ്ടും അത് ആവർത്തിക്കും. അതുപോലത്തെ വാക്കുകളൊക്കെ പറയാതിരിക്കുക. നല്ല രീതിയിൽ ഇലക്ഷൻ മുമ്പോട്ട് കൊണ്ടുപോവുക. എന്താ പറയുക, പോത്തില മടക്കി